മാഫിയകൾക്ക്, ഖനന മാഫിയകൾക്ക്, കോറി മാഫിയകൾക്ക്, ഈ പ്രകൃതിയുടെ മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട കോർപ്പറേറ്റ് മാഫിയകൾക്ക് അനുകൂലമായ നിലപാടെടുക്കാതെ ഈ ജയറാം രമേശും ജയന്തി നടരാജനും രാജ്യത്തിന്റെയും പൗരന്മാരുടെയും പരിസ്ഥിതിയുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ഇവിടെയുള്ള കമ്പനികൾ തീരുമാനിച്ചു അവർ ഇനി മന്ത്രിമാരായിട്ട് തുടരേണ്ടതില്ല എന്ന്. അങ്ങനെയാണ് ജയറാം രമേശ് പരിസ്ഥിതി വകുപ്പിൽ നിന്ന് മാറ്റപ്പെട്ടത്, ജയന്തി നടരാജൻ പരിസ്ഥിതി വകുപ്പിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നിട്ട് വീരപ്പ മൊയ്ലി ഏൽപ്പിച്ചു. ആരാണ് വീരപ്പ മൊയ്ലി? ഇവിടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നാട് ഭരിക്കുന്നവൻ വീരപ്പ മൊയ്ലി. ഈ പരിസ്ഥിതി വകുപ്പിന്റെ അധിക ചുമതല ഏറ്റെടുത്ത പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നു. 5 മുതൽ 25 ഹെക്ടർ വരെ ഖനന പദ്ധതികൾക്ക് അനുമതി നൽകാൻ പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ല. ഏത് സംസ്ഥാനങ്ങൾക്കും 5 മുതൽ 25 ഹെക്ടർ വരെ ഖനന മാഫിയകൾക്ക് ഖനനം നടത്താൻ അനുമതി കൊടുക്കാൻ ഏതെങ്കിലും മാഫിയ കമ്പനികൾ ആവശ്യപ്പെട്ടാൽ ഒരിക്കലും പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി വാങ്ങേണ്ടതില്ല. പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ല, അനുമതി കൊടുക്കാവുന്നതാണ്. ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചു, ജയന്തി നടരാജനും ജയറാം രമേശും മാറ്റിവെച്ച മുഴുവൻ ഫയലുകളും കോർപ്പറേറ്റുകളുടെ അപേക്ഷകൾക്ക് താഴെ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ജയറാം രമേശ് ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് വീരപ്പ മൊയ്ലി കുത്തകകൾക്ക് വേണ്ടി ഗവൺമെന്റ് ഓർഡർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. GM വിത്തുകൾക്ക് വേണ്ടി, GM വിത്തുകൾ ഇറക്കുന്ന മൊൺസാന്റോ കമ്പനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ സംസാരിക്കാൻ പോവുകയാണ്. അനുകൂലമായി സംസാരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പോവുകയാണ്. ഈ വീരപ്പ മൊയ്ലിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് കമ്പനി ഭരണത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിയെ മാറ്റി കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്ന മന്ത്രിമാരെ കുടിയിരുത്തും. അങ്ങനെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കഴിഞ്ഞകാല ഭരണങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നു, പ്രിയമുള്ള സഹോദരന്മാരെ, രാഷ്ട്രീയ പാർട്ടികൾ, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ഉപേക്ഷിച്ച്, രാഷ്ട്രത്തിന്റെ സകലമാന സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കോടികൾ പോക്കറ്റിലാക്കാൻ രാജ്യത്തിന്റെ വിഭവങ്ങൾ കുത്തകൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈരാറ്റുപേട്ടയിലെ ഈ കൊച്ചു കൊച്ചു കടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കടകൾ നടത്തുന്നത് നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലെ വാൾമാർട്ട് എന്ന കമ്പനിയെ നമ്മുടെ രാജ്യത്ത് ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി 100% വിദേശ നിക്ഷേപത്തിന് വേണ്ടി പാർലമെന്റിലെ ഭൂരിപക്ഷം പോലും പരിഗണിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചപ്പോ വാൾമാർട്ട് പറഞ്ഞു, ഇന്ത്യയിലേക്ക് കടന്നു വരാൻ, ഇന്ത്യ രാജ്യത്തെ ചെറുകിട വ്യാപാര രംഗം പിടിച്ചടക്കാൻ 125 കോടി രൂപ അഴിമതി കൈക്കൂലി കൊടുക്കേണ്ടി വന്നു, കോഴ കൊടുക്കേണ്ടി വന്നു എന്ന് വാൾമാർട്ട് പറഞ്ഞു. ആ വാൾമാർട്ടിനെ കുടിയിരുത്തിയിട്ട് ഉപജീവനത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന നിങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരെ കച്ചവട മേഖലയിൽ നിന്ന് പുറത്താക്കാനാണ് കോൺഗ്രസും മൻമോഹൻ സിംഗും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസും BJPയും ഒന്നായിത്തീരുന്ന കാലമാണിത്. കോൺഗ്രസും CPMഉം ഒന്നായിത്തീരുന്ന കാലമാണിത്. ഇത് തെളിവ് സഹിതം വിശദീകരിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് സാമ്പത്തിക നയമാണോ BJPക്കുള്ളത്? കോൺഗ്രസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുത്തകകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് വിറ്റു. BJP എന്ത് ചെയ്തു? NDA അധികാരത്തിലുള്ളപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേകമായൊരു വകുപ്പുണ്ടാക്കി, അരുൺ ഷൂരിയെ മന്ത്രിയാക്കി. എന്നിട്ട് രാജ്യത്തിന്റെ പൊതുസ്വത്ത് മുഴുവനും വിറ്റഴിച്ചു. കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, മൻമോഹൻ സിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തിന്റെ ദുരന്തമാണ് നമ്മുടെ സബ്സിഡികൾ ഇല്ലാതായത്, റേഷൻ ഷോപ്പിൽ അരി കിട്ടാതായത്, കിട്ടുന്ന അരിയുടെ അളവ് 6 കിലോ ആയി ചുരുങ്ങിയത്, ഗോതമ്പമില്ലാതായത്. അതൊക്കെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഗുണമാണ്.